കൃഷ്ണ ഗുരുവായൂരപ്പ. കുറേ നാളായി ഒരു വീഡിയോ ഇട്ടിട്ട്, കുറച്ച് ദിവസങ്ങളായി. കുറച്ച് ജോലി തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഒരു വീഡിയോ ഇടാൻ അവസരം കിട്ടിയത് എന്നാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത്. ഞാൻ കുറച്ച് പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഗുരുവായൂരപ്പൻ്റെ അനുഭവങ്ങൾ പറഞ്ഞാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഗുരുവായൂരപ്പൻ്റെ അനുഭവങ്ങൾ ഓരോരുത്തർക്ക് തനതായിട്ടുള്ള അനുഭവങ്ങളാണ്. അതങ്ങനെ പറഞ്ഞ് നടക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ടോ, അങ്ങനെയും ചിലർ പറയുന്നുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ, എനിക്ക് ഗുരുവായൂരപ്പ അനുഭവങ്ങൾ പറയുമ്പോൾ എനിക്കൊരു പോസിറ്റീവ് ഊർജം കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുന്നവർക്ക് അതിൻ്റെ ഒരു പോസിറ്റീവ് ഊർജം തീർച്ചയായും കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഞാൻ അങ്ങനെയാണ് ഗുരുവായൂരപ്പ ഭക്തിയായത്. അതായത് ഓരോരുത്തരുടെ അനുഭവങ്ങൾ കേട്ടും വായിച്ചറിഞ്ഞും അങ്ങനെയാണ് ഞാൻ ഗുരുവായൂരപ്പനിലേക്ക് എത്തിയത്. പിന്നെ അത് എൻ്റേതായ അനുഭവങ്ങളായിട്ടും എനിക്ക് തൻ്റേതായ ഒരു അനുഭവങ്ങളുണ്ടായി. അപ്പോൾ എനിക്ക് കൂടുതൽ വിശ്വാസമായി. അങ്ങനെയാണ് ഞാൻ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു റൂട്ടിലേക്ക് വന്നത്. അപ്പോൾ ഇത് പറയുന്നത് കുഴപ്പമാണോ എന്ന് ചോദിച്ചാൽ, അപ്പോൾ അതെനിക്കറിയില്ല. അതുകൊണ്ട് നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഉണ്ടാവുമോയെന്നും എനിക്കറിയില്ല. എനിക്കിപ്പോൾ ഈ അനുഭവങ്ങൾ പറഞ്ഞതിന് ശേഷം ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായി യൂട്യൂബിൽ. അത് അവർ കേൾക്കാൻ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഓരോരുത്തരും അതിൽ കമൻ്റ് ഇടുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് പോസിറ്റീവ് ഊർജ്ജമാണ് തോന്നാറുള്ളത്. കാരണം എനിക്ക് ഒരുപാട് കമൻറ്റുകൾ പലരും ഇടാറുണ്ട്. നല്ല ഭക്തി നിറഞ്ഞിട്ടുള്ള കമൻറ്റുകളാണ്. അപ്പോൾ എനിക്കും അവരിൽ ഭക്തി ഉണ്ടാക്കാൻ, ആ ഒരു ആനന്ദം ഉണ്ടാക്കുമ്പോൾ, അത് അവരിടുമ്പോൾ എനിക്ക് കാണുന്ന ഒരു ആനന്ദമുണ്ട്. അപ്പോൾ എനിക്കത് അവരിൽ നെഗറ്റീവായി ബാധിച്ചു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അവരിടുമ്പോൾ, അങ്ങനെ കമൻ്റ് ഇടുമ്പോൾ എനിക്ക് കാണുന്ന സന്തോഷം എന്ന് പറയുന്നതും എനിക്ക് പോസിറ്റീവായിട്ടുള്ള ആനന്ദമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇനി വേറെയുള്ള അതിൻ്റെ സൈഡുകളൊന്നും എനിക്കറിയില്ല. അപ്പോൾ അത് ഇടുന്നത് പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നമ്മുടെ തനതായ അനുഭവം മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഭക്തന് ഉണ്ടാവുന്ന അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭക്തി മറ്റുള്ളവർക്ക് കൂടാൻ ഉപകരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ചിലർ പറയും അന്ധവിശ്വാസമാണ്, ഇതൊക്കെ വട്ടാണെന്ന്. അങ്ങനെ പറയുന്നവർക്ക് വേണ്ടിയുള്ളതല്ല ഈ വീഡിയോ. ഞാൻ ഗുരുവായൂരപ്പ ഭക്തരെ മാത്രം ഉദ്ദേശിച്ച വീഡിയോ ഇടുന്നതാണ്. അതിൽ ഭക്തിയുള്ളവർക്ക് മാത്രം. വിശ്വാസമില്ലാത്തവർ ഇത് സ്കിപ്പ് ചെയ്യാം, ഒരു വിരോധവും ഇല്ല. വിശ്വാസമുള്ളവർക്ക് വേണ്ടി മാത്രം ഇടുന്ന വീഡിയോ ആണ്. ഗുരുവായൂരപ്പനിൽ വിശ്വാസമുള്ളവർ മാത്രം കണ്ടാൽ മതി. കാണാത്തവർ ലൈക്ക് ഡിസ്ലൈക്ക് കൊടുത്താലും പ്രശ്നമില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അതൊക്കെ ഇഷ്ടമില്ലാത്തത് ഡിസ്ലൈക്ക് ചെയ്യുന്നതൊക്കെ കാണികളുടെ ഇഷ്ടമാണ്. പിന്നെ വേണ്ടാത്ത കമൻ്റൊന്നും അടിച്ചിടാൻ നിൽക്കരുത്. അതൊക്കെ ഞാൻ റിമൂവ് ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഗുരുവായൂരപ്പനെ മറന്നപ്പോഴുണ്ടായൊരു വീഡിയോ ഇട്ടിരുന്നു. അത് ചിലർ പറഞ്ഞു, ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ മാത്രമല്ല, അവിടെ രാധാറാണിയെയും കൂടി പരിഗണിക്കണമെന്നാണ്. അവിടെ രാധാദേവി കൂടി ഉള്ളപ്പോഴാണ് പൂർണ്ണമാവുള്ളൂ. അതും സത്യമായിരിക്കും, ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. അത് മാത്രമല്ല, ഭഗവാന്റെ എൻ്റെ മനസ്സിൽ എൻ്റെ കൺസെപ്റ്റിൽ ഗുരുവായൂരപ്പൻ വിരിഞ്ഞത്, എൻ്റെ അധ്യാപികയാണ് എനിക്ക് ഗുരുവായൂരപ്പൻ്റെ കഥകൾ പറഞ്ഞ് എന്നെ ഗുരുവായൂരപ്പനിലേക്ക് അടുപ്പിക്കാനും അതിനൊക്കെ ഒരു പ്രധാന കാരണമായത് എൻ്റെ ഒരു അധ്യാപികയായിരുന്നു. അപ്പോൾ ഞാൻ എന്നും എൻ്റെ ജീവിതാവസാനം വരെ ഞാൻ ഓർത്ത് വയ്ക്കുന്ന അധ്യാപികയാണ്. അത് അത്രയും എനിക്ക് വേണ്ടപ്പെട്ട അനുഭവം, എനിക്ക് അത്രയും ഗുണങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള അത്രയും നല്ലൊരു അധ്യാപികയാണ് എനിക്ക് ഗുരുവായൂരപ്പനെ പറ്റി പറഞ്ഞു തന്നത്. അപ്പോൾ ഗുരുവായൂരപ്പനെ വിശ്വസിക്കാൻ, ശ്രീകൃഷ്ണനെ വിശ്വസിക്കാൻ എന്നോട് പറഞ്ഞത്. അതിനുശേഷം എനിക്കുണ്ടായ മാറ്റങ്ങളോ അല്ലെങ്കിൽ എൻ്റെ ആത്മീയ പാതയിൽ വന്ന മാറ്റങ്ങളോ ഒന്നും അവരറിഞ്ഞിരിക്കില്ല. അവരിപ്പോൾ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. പിന്നെ എൻ്റെ ഗുരുവായൂരപ്പനിലേക്ക് വന്നിട്ടുള്ള അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ വിശദമായിട്ടും ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു അധ്യാപിക മുഖേനയാണ് വന്നതെന്ന് പറഞ്ഞു. ആ അധ്യാപിക ഇപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവരായിട്ടുള്ള കോണ്ടാക്റ്റ് വിട്ടുപോയി എൻ്റെ ഫോൺ കഴിഞ്ഞതിന് ശേഷം. അതിനുശേഷം എനിക്ക് അവരെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇവിടെ ഇല്ല, നാട്ടിലും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ പോയി അന്വേഷിച്ചാൽ പോലും കാണില്ല, എവിടെ പോയെന്ന് അറിയില്ല. അപ്പോൾ എനിക്കതിൽ ഭയങ്കര വിഷമമുണ്ട്. പിന്നെ
ഇത് എന്നിലേക്ക് പകർന്നു തന്ന ആ അധ്യാപികയെ ഞാനിപ്പോൾ വേണ്ട വിധം സ്മരിക്കുകയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അന്ന് ആ അധ്യാപിക എന്നോട് ഗുരുവായൂരപ്പൻ്റെ പുസ്തകങ്ങളും അതുപോലെ ഭക്തി പുസ്തകങ്ങളൊക്കെ വായിക്കാൻ തന്നിരുന്നു. അതിൽ ഗുരുവായൂരപ്പൻ്റെ മാത്രമല്ല ഉണ്ടായിരുന്നത്, ശിവൻ്റെ ഉണ്ടായിരുന്നു, അതുപോലെ പല മൂർത്തികളുടെ ഉണ്ടായിരുന്നു. അതൊക്കെ വായിച്ചു. ഞാൻ എൻ്റെ അനുഭവത്തിൽ അതൊക്കെ നല്ലതാണെന്ന് തോന്നി. ഇങ്ങനെയൊക്കെ അനുഭവ കഥകളും ഓരോ വിശ്വാസങ്ങളും എല്ലാം പലരുടെയും അതിലുണ്ടായിരുന്നു, ഐതിഹ്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ വായിച്ചപ്പോൾ എനിക്ക് ഭക്തിയിലേക്ക് ഒരു പുതിയ എനർജി കിട്ടിയ പോലെയാണ് തോന്നിയത്. പിന്നെ ഗുരുവായൂരപ്പൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, എനിക്ക് ഗുരുവായൂരപ്പനെ ഒഴിച്ച് വേറെ ഏതെങ്കിലും ദൈവങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഗുരുവായൂരപ്പൻ എന്തോ പണി തരുന്ന പോലെ എന്ന് പറഞ്ഞത് എൻ്റെ പോസിറ്റീവായിട്ടുള്ളൊരു ചിന്തയിൽ ചിലപ്പോൾ എൻ്റെ ഉപബോധ മനസ്സിലിരുന്നിട്ട് ചിലപ്പോൾ എൻ്റെ ഉപബോധ മനസ്സ് തന്നെ ചെയ്യിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ഓരോരുത്തരുടെ നമ്മുടെ മനസ്സിൽ എന്താ ഉള്ളത് അതാണല്ലോ മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നത്. ലോ ഓഫ് അട്രാക്ഷനിൽ അതാണല്ലോ. അല്ലാതെ വേറൊരു ദൈവം അങ്ങനെ അങ്ങനെ രാധാദേവിയുണ്ട്, അതൊക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഈശ്വരന്മാരെയും വിഭൂതികളെയും ഭഗവാന്റെ വിഭൂതികളെയും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ പ്രൈമറി ഉപാസനാമൂർത്തി ഗുരുവായൂരപ്പനാണെന്നുള്ളൂ. അതെൻ്റെ തികച്ചും വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ്. മാത്രമല്ല തികച്ചും വ്യക്തിപരമായിട്ട് എനിക്കുണ്ടായ അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞത്. പിന്നെ മറ്റുള്ളവർ രാധാദേവിയുടെ ഒരുപാട്, എനിക്ക് എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ പോലും ഒരുപാട് മൂർത്തികളെ ഉപാസിക്കുന്നുണ്ട്. പ്രധാന ദേവത ഗുരുവായൂരപ്പനാണെങ്കിലും മറ്റു പല ദേവതകളെയും ഉപാസിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും അഥവാ ഇപ്പോൾ അദ്ദേഹം വല്ലാത്തൊരു ശിവഭക്തൻ കൂടിയാണ്. ഇപ്പോൾ ആ ശിവഭക്തിയിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ നോക്കുകയാണെങ്കിൽ എനിക്ക് പണിയും വരാറുണ്ട്. ഉദാഹരണത്തിന് അദ്ദേഹം ശിവൻ്റെ ഒരു അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞു. നിത്യം ശിവക്ഷേത്ര ദർശനം നടത്തുന്ന ആളാണ് അദ്ദേഹം. ഗുരുവായൂരപ്പനാണ് ഉപാസനാമൂർത്തി എന്നുണ്ടെങ്കിൽ നിത്യവും ശിവക്ഷേത്രത്തിൽ പോകുന്ന ആളാണ്. അപ്പോൾ ശിവക്ഷേത്രത്തിൽ പോകുന്നതിന് ഞാൻ എന്തെങ്കിലും തരത്തിൽ ഒരു മുടക്ക് പറയുകയാണെങ്കിൽ അന്ന് തന്നെ എനിക്ക് ഇവിടെ പണിയും കിട്ടാറുണ്ട്. അതായത് എനിക്ക് തോന്നാറുണ്ട് അങ്ങനെ മുടക്കാൻ പാടില്ല. ശിവൻ്റെ ശക്തി ഞാൻ ശരിക്കും അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ വ്യക്തിപരമായ കാര്യത്തെ മാത്രമാണ് ഞാൻ പറഞ്ഞത്, ആ വീഡിയോ ഇട്ടത്. അത് ആർക്കെങ്കിലും വേറെ രീതിയിൽ എടുക്കുകയാണെങ്കിൽ അത് അങ്ങനെ വിചാരിക്കരുത്. അത് സത്യമായിട്ടും തികച്ചും ഗുരുവായൂരപ്പൻ്റെ ഒരു കുട്ടിക്കുശുമ്പ് എനിക്ക് തോന്നിയത് എൻ്റെ ഒരു പേഴ്സണൽ കാര്യത്തിൽ എനിക്ക് അങ്ങനെ തോന്നി. അപ്പോൾ അത് മറ്റു പലരും പറഞ്ഞിരുന്നു അവർക്കും അങ്ങനെ തോന്നാറുണ്ട്, ഗുരുവായൂരപ്പൻ്റെ അനുഭവങ്ങൾ അവർക്കും അങ്ങനെ പലർക്കും തോന്നാറുണ്ട് എന്ന് പറഞ്ഞു. കൃഷ്ണൻ്റെ ചില ഒരു ഇത് അങ്ങനെ തോന്നുന്നവരുണ്ടെന്ന് പറയുന്നുമുണ്ട്. അപ്പോൾ എനിക്ക് ഇതിലെന്താണ് സത്യം എന്നുള്ളത് അത് ചിലപ്പോൾ നമ്മുടെ തന്നെ ഉപബോധ മനസ്സിൽ നമ്മളെ കൊണ്ട് തോന്നിക്കുന്നതാണോ എന്നൊന്നും അതെനിക്കറിയില്ല. പിന്നെ കാര്യങ്ങൾ നമുക്ക് അനുകൂലമല്ലാണ്ട് വരുമ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ മൈൻഡിൻ്റെ ഒരു വർക്കിംഗ് മൂലം, അതായത് മനസ്സെന്താണോ കരുതുന്നത് അതാണല്ലോ മാനിഫെസ്റ്റ് ആവുന്നത്, അതും അറിയില്ല. ഭക്തി എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട ദേവതയോട് നമുക്കുള്ള അകമഴിഞ്ഞ സ്നേഹമാണ്. അത് ഗുരുവായൂരപ്പനായാലും ശിവഭഗവാനായാലും ദേവിയായാലും ഇപ്പോൾ മറ്റേത് ഉപാസനമൂർത്തികളായാലും അല്ലെങ്കിൽ ഏത് തരം മതമാണെങ്കിലും ആ ദേവനോടോ അല്ലെങ്കിൽ ആ ഒരു ദൈവത്തോടോ തോന്നുന്ന നമ്മുടെ ഒരു അറ്റാച്ച്മെൻ്റാണ് ഭക്തി. ആ ദൈവത്തോട് നമ്മൾ എത്ര ഡിവോഷൻ കാണിക്കുന്നു, എത്രമാത്രം അർപ്പണം നമ്മൾ ചെയ്യുന്നു, അതാണ് ഭക്തിയുടെ അളവുകോൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ വെളിപ്പുറത്തുള്ള ദൈവങ്ങളാണ്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഗുരുവായൂരപ്പ അനുഭവങ്ങൾ ഉണ്ടായത് ഞാൻ തുറന്നു പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം എനിക്കുണ്ടായോ എന്ന് ചോദിച്ചാൽ അങ്ങനെ എടുത്ത് പറയാൻ എനിക്കൊന്നുമില്ല. പക്ഷെ അതുകൊണ്ട് എന്തെങ്കിലും പോസിറ്റീവ് ഉണ്ടായോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ആനന്ദമാണ്. ഞാൻ ഒരു 2-3 ദിവസം വീഡിയോ ഇടാതിരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ ഒരു ചാനലിൽ ഒരു വീഡിയോ ഇടാണ്ടിരിക്കുമ്പോൾ എനിക്ക് നെഗറ്റീവായിട്ടുള്ള ഊർജ്ജമാണ് എന്നെ ഭരിക്കുന്നതെന്ന് തോന്നും. അതേസമയം ഒരു ദിവസമെങ്കിലും ഞാൻ ഗുരുവായൂരപ്പനെ പറ്റിയോ എന്തെങ്കിലും ഒരു 2 വാക്ക് പറഞ്ഞൊരു വീഡിയോ ഇടുകയാണെങ്കിൽ അതുകൊണ്ട് എനിക്ക് ഭയങ്കര പോസിറ്റീവ് ഊർജ്ജം നിറയുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അത് എന്നെ ആക്റ്റീവാക്കി നിർത്താറുമുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടപ്പോൾ അപ്പോൾ തന്നെ എനിക്ക് ഭഗവാനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ ആരോടും പറഞ്ഞു കൊടുക്കാനില്ലല്ലോ, ആരോടും ഒന്നും പറയാനില്ലല്ലോ എന്നുള്ള ഒരു വിഷമം എനിക്ക് ഉണ്ടായിരുന്നു. അത് എനിക്കൊരു നിരാശാബോധം ഉണ്ടാക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അതേസമയം അത് പറയുമ്പോൾ അത് വളരെ സന്തോഷം, ആനന്ദം നിറഞ്ഞ മറ്റുള്ളവരുടെ കമൻറ്റുകളും ഒക്കെ കാണുമ്പോൾ, ലൈക്കും കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നാറുണ്ട്.
അപ്പോൾ അതുകൊണ്ട് അനുഭവങ്ങൾ പറയുന്നത് പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. അത് ചിലപ്പോൾ അവിവേകമാണോ എന്നും അറിയില്ല. ഞാനൊരു നിഷ്കളങ്കമായ രീതിയിലാണ് പറയുന്നത്. അത് അതുകൊണ്ട് ദോഷമുണ്ടോ എന്നുള്ളത് അറിയില്ല. അല്പനേരത്തേക്കെങ്കിലും നമ്മൾ ഒരു ടെൻഷനിലാവുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ആലോചിച്ച് ബുദ്ധിമുട്ടുമ്പോൾ നമ്മൾ സാധാരണ കേൾക്കാറുള്ളതാണ് ഗുരുവായൂരപ്പൻ്റെ എന്തെങ്കിലും ഭക്തിഗാനങ്ങളോ അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ എന്തെങ്കിലും മന്ത്രങ്ങളോ ശ്ലോകങ്ങളോ ശ്രീകൃഷ്ണൻ്റെയോ നാരായണ മന്ത്രമോ എന്തെങ്കിലുമൊക്കെ നമ്മൾ കേൾക്കുകയും അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ ഭഗവാനെ കുറച്ച് നേരം ഭഗവാന്റെ രൂപം ഓർക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളിൽ അത് ഭയങ്കര പോസിറ്റീവ് ഊർജ്ജമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഉള്ളിൽ ആ ഭക്തി നമുക്ക് എത്രമാത്രം ആനന്ദം കൊണ്ടുവരുന്നെന്നുള്ളതിൻ്റെ അതായത് എത്രയും ഡിമോട്ടിവേറ്റഡ് ആയുള്ള സാഹചര്യത്തെ പോലും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആ ഒരു ഊർജ്ജം നമുക്ക് പകരുന്നത് ഭക്തിയാണ്. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു പോയി കരയുന്നവരുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ വീഡിയോയുടെ താഴെ ഓരോരുത്തർ കമൻ്റ് ഇടുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നാറുണ്ട്. അവരുടെ അവസ്ഥ കൊണ്ടായിരിക്കും. അവരുടെ ആ ഒരു വിഷമത്തിൽ അവരെ സഹായിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എൻ്റേതായ നിലയ്ക്ക് ഞാൻ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതായത് അവരങ്ങനെ കമൻ്റ് ഇടുമ്പോൾ എനിക്ക് അവരോട് ഞാൻ ഒറ്റപ്പെട്ടാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ്, ജോലിയിൽ ബുദ്ധിമുട്ടായിട്ടാണ് നിൽക്കുന്നതെന്നൊക്കെ കാണുമ്പോൾ ഞാനും എൻ്റേതായൊരു പ്രാർത്ഥന ഞാൻ ഭഗവാനോട് നടത്താറുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണേ, അല്ലെങ്കിൽ അവരുടെ കാര്യം ശരിയാക്കി കൊടുക്കണേ. ഞാൻ ഇപ്പോൾ ഓരോ വീഡിയോ ഇടുമ്പോഴും ഇതിനിടയിൽ കമൻറ്റ് കാണുമ്പോൾ എല്ലാത്തിനും ഞാൻ റിപ്ലൈ ഒന്നും കൊടുക്കില്ല. എന്നാൽ തന്നെയും മനസ്സിൽ അത് കയറാറുണ്ട്. അവർ പറയുന്ന ആ കാര്യങ്ങൾ അതേ ഫീലിങ്സിൽ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഞാൻ പറയുന്നു, നിങ്ങളാരും വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഭഗവാനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക. അത് നിങ്ങളുടെ മനസ്സിലുള്ള മൂർത്തി ആരായിക്കോട്ടെ, അത് ഗുരുവായൂരപ്പനായിക്കൊള്ളട്ടെ, ആരായിക്കോട്ടെ. ഞാൻ എൻ്റെ മനസ്സിൽ പ്രധാന ഉപാസനമൂർത്തി ഗുരുവായൂരപ്പനാണ്. അപ്പോൾ നിങ്ങൾ ഗുരുവായൂരപ്പനെയാണ് ഉപാസിക്കുന്നതെങ്കിൽ ഗുരുവായൂരപ്പനെ നന്നായി വിളിച്ച് പ്രാർത്ഥിക്കുക. പിന്നെ എന്ത് തടസ്സം മാറാനും നമ്മളിപ്പോൾ എന്ത് തടസ്സത്തിലും നമ്മൾ നിൽക്കുമ്പോൾ സാധാരണ ഭഗവാനെ എന്നെ രക്ഷിക്കണേ, എൻ്റെ ഈ തടസ്സം മാറിയാൽ ഞാൻ ₹1 അവിടെ ഒഴിഞ്ഞു വയ്ക്കുക. നമ്മൾ അവിടെ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യാമെന്ന് പറഞ്ഞ് ₹1 നമ്മുടെ തലക്കൊഴിഞ്ഞ് അവിടെ മാറ്റി വെച്ചാൽ അത് പെട്ടെന്ന് തന്നെ ആ പ്രതിസന്ധി മാറിയിട്ട് നമുക്ക് നല്ലൊരിത് വരുന്നതാണ്. അപ്പോൾ നമ്മൾ ആ വഴിപാട് പോയി ചെയ്താൽ മതി. കാരണം നമ്മളൊരു മൂർത്തിക്ക് നേർന്നിട്ട് ഒരു വാക്ക് പറഞ്ഞിട്ട് പിന്നെ അത് ചെയ്യാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് അപ്പോൾ ഇത്രയും പറയാനാണ് ഇന്ന് വീഡിയോ ഇട്ടത്. അപ്പോൾ എല്ലാവരും ഭക്തിയിൽ തന്നെ ഇരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഭക്തി എന്ന് പറയുന്നതാണ് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ പ്രത്യാശ നൽകുന്നത്. അതുകൊണ്ട് എത്ര തളർന്ന സന്ദർഭത്തിലാണെങ്കിലും ഭക്തിയിലേക്ക് മാത്രം ഒന്നി ജീവിക്കുക. വേറൊരു നെഗറ്റീവായുള്ള ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ മാക്സിമം ശ്രമിക്കുക. അങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ ഭഗവാന്റെ നാമങ്ങൾ കേൾക്കുക, ഭഗവാന്റെ കാര്യം ആലോചിക്കുക, ഭഗവാന്റെ രൂപം ആലോചിക്കുക. അല്ലെങ്കിൽ വിചാരിക്കുക, ഞാൻ ഇന്ന് വൈകുന്നേരം ഒരു തുളസിമാല കെട്ടി ഭഗവാന് ചാർത്തും. അങ്ങനെ ചെയ്തു നോക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ എല്ലാ വിഷമവും മാറിപ്പോകും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.